ഈ 5 വർഷത്തെ അനുഭവം നമുക്ക് നല്ലതുപോലെ അതിൽ ഏറ്റവും നല്ല കോൺഫിഡൻസ് നൽകുന്ന കാര്യം ജനങ്ങളുമായി ചേർന്ന് നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അത് അവർക്ക് തന്നെ അറിയാം. കാരണം തൊട്ടു പിന്നാലെ തന്നെ LDFന്റെ മിക്ക സ്ഥാനാർത്ഥികളും പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. നമ്മളിപ്പോൾ നിൽക്കുന്നത് അഴീക്കോട് മണ്ഡലത്തിലാണ്. അഴീക്കോട് സിറ്റിംഗ് MLA ആയിട്ടുള്ള KV സുമേഷ് ഇന്നലെ വൈകിട്ട് തന്നെ പുതിയൊരു എന്ന് പറയുന്ന സ്ഥലത്ത്, ഈ മണ്ഡലത്തിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ടൗണാണ്, അവിടെ റോഡ് ഷോ അടക്കം നടത്തിക്കൊണ്ടാണ് പ്രചരണ രംഗത്തേക്ക് കടന്നത്. ഇന്നിപ്പോൾ രാവിലെ തന്നെ സുമേഷ് പ്രചരണ രംഗത്ത് സജീവമായി കഴിഞ്ഞു. എങ്ങനെയാണ് നമ്മളെ രണ്ടാം തെരഞ്ഞെടുപ്പാണ്, എങ്ങനെയാണ് പ്രചരണം തുടങ്ങിയിരിക്കുന്നത്, എങ്ങനെയാണ് ഇതൊരു നമുക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസ് ആദ്യഘട്ടത്തിൽ എങ്ങനെയാണ്? നല്ല അന്തരീക്ഷമാണ് ഉള്ളത്. ഞാൻ കഴിഞ്ഞ തവണ ആദ്യമായിട്ട് മത്സരിക്കാൻ വരുന്ന ഘട്ടത്തിൽ അനുഭവം എനിക്കുണ്ട്. അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് കഴിഞ്ഞ് നേരെ വരുന്നതായിരുന്നു. ഇപ്പോൾ രണ്ടാം തവണ നമ്മൾ ഇന്നലെ പ്രഖ്യാപിച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അന്നത്തേക്കാൾ കൂടുതൽ ആളുകൾ നമ്മളോട് ഒരു സ്നേഹവും അടുപ്പമൊക്കെ പ്രകടിപ്പിക്കുന്ന അനുഭവമാണ് കാണാൻ കഴിഞ്ഞത്. ഇന്നലെ തന്നെ ഞങ്ങൾ പുതിയൊരുവിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ 3 മണിക്കാണല്ലോ അനൗൺസ് ചെയ്തത് റോഡ് ഷോ ഉണ്ടാവും എന്നുള്ള കാര്യം. അപ്പം നല്ല ആളുകൾ വരികയും അവർ വല്ലാത്ത ഒരു ഉത്സാഹവും ആവേശമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇന്നലെ വൈകുന്നേരം പോയ സ്ഥലങ്ങളിലും എല്ലാം നമുക്കൊരു നല്ല ആത്മവിശ്വാസം നൽകുന്ന ഒരു തുടക്കമാണ് ഉണ്ടായിരിക്കുന്നത്. അത് നല്ല പ്രതീക്ഷ നൽകുന്നതാണ്. കഴിഞ്ഞ തവണ വരുമ്പോൾ സിറ്റിംഗ് MLA ആയിട്ടുള്ള KM ഷാജി ആയിരുന്നു. KM ഷാജി എന്ന് പറഞ്ഞാൽ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടൊരു MLAയും അതുപോലെ തന്നെ നേതാവുമാണ്. ഇത്തവണ നമ്മൾ സിറ്റിംഗ് MLA എന്നുള്ള രൂപത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് കുറച്ചുകൂടി നമുക്കൊരു കോൺഫിഡൻസ് കൂടിയൊരവസ്ഥയുണ്ട്. അതുണ്ട്. ഇത്തവണ അത് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. അന്ന് KM ഷാജി കേരളത്തിലെ തന്നെ വളരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രമുഖനായിട്ടുള്ള വലിയ പ്രധാനപ്പെട്ട ആളാണ്. ഈ 5 വർഷത്തെ അനുഭവം നമുക്ക് നല്ലതുപോലെ അതിൽ ഏറ്റവും നല്ല കോൺഫിഡൻസ് നൽകുന്ന കാര്യം ജനങ്ങളുമായി ചേർന്ന് നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അത് അവർക്ക് തന്നെ അറിയാം. കാരണം മണ്ഡലത്തിൽ പൂർണ്ണമായി നമ്മളുണ്ടായിരുന്നു, എല്ലാവരുടെ അടുത്തും ഉണ്ടായിരുന്നു, ഏത് സന്ദർഭത്തിലുണ്ടായിരുന്നു. ആളുകൾക്ക് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കേൾക്കാനും അതോടൊപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്യാനും ഒരു നല്ല വികസന കാര്യങ്ങൾ അഴീക്കോട് തുടക്കിടാൻ കഴിഞ്ഞു. ഇപ്പോൾ മലബാറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രീൻഫീൽഡ് പോർട്ട് വരുന്നത് അഴീക്കലാണ്. അത് യാഥാർത്ഥ്യമാകുമ്പോഴാണ് ഈ വർഷം തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയിലേക്ക് പോകും. അഴീക്കൽ ഹാർബർ, നമ്മളെ ബ്ലൂ ഫ്ലാഗ് ലഭിച്ച ചാൽ ബീച്ച്, പുല്ലൂപ്പി കടവ്, ഇങ്ങനെ റോഡുകൾ തുടങ്ങിയിട്ടുള്ള നല്ല നമുക്ക് ആരുടെ മുന്നിലും ഞങ്ങൾ ഇന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു എന്നൊരു ആത്മവിശ്വാസത്തോടുകൂടി സമീപിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഇത്തവണ നല്ല ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നു. കഴിഞ്ഞ തവണ പുറത്തുനിന്ന് വന്ന് ഒരാളായിരുന്നു. ഇത്തവണ ഈ 5 വർഷം കൊണ്ട് ശരിക്കും അഴീക്കോടുകാരനായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതെ, എനിക്കിപ്പോൾ അഴീക്കോട് എന്ന് പറയുന്നത് എൻ്റെ ഒരു നാട്ടുകാരെ പോലെ, എൻ്റെ ഒരു കുടുംബാംഗങ്ങളെ പോലുള്ള അനുഭവമാണുള്ളത്. വെച്ചാൽ എല്ലാവരും അറിയാം. ഇപ്പോൾ നമുക്ക് സ്ഥിരം നമ്മൾ ഒരു 3-4 തവണ ഇവരൊക്കെ ഇവിടെ നിന്ന് കാണും, ഇതിൽ വരികയും പോവുകയൊക്കെ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ ഒരു നല്ല നാട്ടിൽ മത്സരിക്കുന്ന ഒരു അനുഭവമാണ് ഉള്ളത്. മറ്റൊരു കാര്യം കൂടിയുള്ളത്, UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടില്ല. പക്ഷെ അവർ നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ വളരെ സജീവമാണെന്ന് പറഞ്ഞായിരുന്നു. മണ്ഡലം കമ്മിറ്റി ഉൾപ്പെടെ രൂപീകരിച്ചെന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആണെന്നൊക്കെയുള്ള വാർത്തകളും വരുന്നുണ്ട്. എങ്ങനെയായിരിക്കും ആ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇല്ല, ഇപ്പോൾ UDFന്റെ ഇപ്പോൾ ആരായാലും കേൾക്കുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്നതാണ് കേൾക്കുന്നത്. പക്ഷേ ആര് സ്ഥാനാർത്ഥിയായിട്ട് വന്നാലും ഞങ്ങൾക്കൊരു ആത്മവിശ്വാസമുണ്ട്. അഴീക്കോട് 5 വർഷക്കാലം ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തെ അവർക്ക് വേണ്ടി എങ്ങനെ ഫലപ്രദമായിട്ട് നിർവഹിക്കാൻ കഴിഞ്ഞു. ഒപ്പം ഇന്ന് കേരളത്തിലെ LDF ഗവൺമെൻറ് നല്ലതുപോലെ ഞങ്ങളുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടത്തിയുള്ള വികസന ആത്മവിശ്വാസമുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നാൽ ഞങ്ങൾ ആരായാലും ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള ആരും മത്സരിച്ചാലും നല്ല മത്സരം നടക്കട്ടെ, ഞങ്ങൾക്ക് നന്നായിട്ട് ജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം തന്നെയാണ്. ആകെ 25 ദിവസമുള്ള കൊടുംചൂടാണ്. പ്രചരണം എങ്ങനെയായിരിക്കും, മൊത്തത്തിൽ എങ്ങനെയാണെന്ന് ചെയ്യുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏതാനും വലിയൊരു ഗുണമാണ് കേരളത്തോട് കാണിച്ചത്. ആദ്യ സ്ട്രെച്ചിൽ തന്നെ കേരളം ചെയ്തുകൊണ്ട് അതിഭയങ്കരമായ ചൂടാണ്. ഞങ്ങൾ നേരത്തെ സജ്ജമാണ്. LDF എന്ന നിലയിൽ ഇപ്പോൾ ഇതിനേക്കാൾ കുറഞ്ഞ ദിവസമാണെങ്കിലും അത് ഇന്നലെ തന്നെ കണ്ടില്ലേ, ഞങ്ങൾ പൂർണ്ണമായും ഞങ്ങളുടെ എല്ലാ തലത്തിലുള്ള കമ്മിറ്റികളും കാര്യങ്ങളും കുടുംബയോഗങ്ങളും എല്ലാവരും കുടുംബയോഗം തന്നെ പകുതി നമ്മൾ ഏതാണ്ട് കഴിഞ്ഞു. അപ്പം നല്ല ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയും എന്ന വിശ്വാസം. എല്ലാ ആശംസകളും. വളരെ സന്തോഷം. മീഡിയ വൺ എല്ലാം നന്ദി. ഓക്കെ, ഏതായാലും KV സുമേഷ് പ്രചരണ രംഗത്ത് സജീവമാണ്. ഇന്നലെ പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പൂർണ്ണമായിട്ടും സജ്ജമായി കഴിഞ്ഞു. പ്രചരണം വളരെ വലിയ തരത്തിൽ മുന്നോട്ട് പോയി എന്ന് പറയുന്നു. കുടുംബയോഗങ്ങൾ ഉൾപ്പെടെ വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു എന്നും പറയുന്നു. ഏതായാലും വളരെ സജീവമാണ് അഴീക്കോട് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയുടെ പ്രചരണ പരിപാടികൾ. ക്യാമറമാൻ ഷിജിത് കണ്ണോവിനൊപ്പം ബിജീഷ് ഗോവിന്ദൻ, മീഡിയ വൺ, കണ്ണൂർ.